കൂടുതൽ രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ് CMRL എക്സാലോഞ്ചി കേസും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണവും. ഇഡി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഹവാല ചാനലുകൾ വഴി പണമിടപാട് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതായി വ്യക്തമാക്കിയതോടെയാണ് ഇത്. വിഷയത്തിൽ അനുകൂലമായും പ്രതികൂലമായും നിരവധി പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നതും. അതേസമയം ടി വീണയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. കേസിലെ പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വീണയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി ഉടൻ തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് വീണയ്ക്കെതിരായിട്ടുള്ള നിർണായക തെളിവുകൾ ലഭിച്ചതെന്നാണ് ഇഡിയുടെ വാദം. വീണ 85 ലക്ഷം ദുബായിലേക്ക് കൈമാറിയതിന് പുറമെ 20 കോടിയുടെ കണക്കുകൾ ഡയറിയിൽ ഉണ്ടെന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. വീണയുടെ വിദേശ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും നിഗമനത്തിലാണ് ഫെമ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പണം ആർക്കു വേണ്ടി കൈമാറിയെന്നതിൽ അടക്കം വിശദമായി അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം. റെയ്ഡിനിടെ വീണ ഉപയോഗിച്ച മറ്റൊരാളുടെ പേരിലെ സിം കാർഡിന്റെ ഫോട്ടോയും ഇഡിക്ക് ലഭിച്ചിരുന്നു. സിം എടുത്തു നൽകിയത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാൽ ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ മുഹമ്മദ് റിയാസും വീണയും പറഞ്ഞതനുസരിച്ചാണ് സിം നൽകിയതെന്നും ഇത് ഉപയോഗിച്ച് എന്താണ് ചെയ്തത് എന്നറിയില്ലെന്നാണ് നന്ദുലാൽ നൽകിയ മൊഴി. 2024 മുതൽ നന്ദുലാലിന്റെ പേരിലുള്ള സിം ടി വീണ ഉപയോഗിച്ചത് ഹവാല ഇടപാടിനുള്ള ആശയവിനിമയമായിട്ടാണ് ഇഡിയുടെ നിഗമനം. അതേസമയം ടി വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വീണ 2021 പരസ്യ കമ്പനിയായ സൊലേസിനെ പണം കൈമാറിയിരുന്നു. ഇതും CMRL നിന്ന് ലഭിച്ച പണമാണോ എന്നാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി